PSC ഞാൻ ആര്യ. അപ്പൊ ഈ അടുത്തിടെ PSC നടത്തിയ എല്ലാ പരീക്ഷകൾക്കും SCERT നിന്ന് ധാരാളം ക്വസ്റ്റ്യൻസ് വന്നിരുന്നു. സ്റ്റേറ്റ്മെന്റ് ലെവലൊക്കെ കോപ്പി പേസ്റ്റ് ആയിട്ടാണ് ചോദിച്ചത്. 5ാം ക്ലാസ് മുതലുള്ള GK നമുക്ക് പഠിച്ചു തുടങ്ങാം. അപ്പൊ ഇതുവരെ SCERT തുടങ്ങാത്തവർക്കും എവിടെ നിന്ന് തുടങ്ങണം എങ്ങനെ തുടങ്ങണം എന്ന് അറിയാത്തവർക്കും ഇതിൽ ജോയിൻ ചെയ്യാം. 5ാം ക്ലാസ് അപ്പൊ 2024 ആയപ്പോൾ 5ാം ക്ലാസ് 7ാം ക്ലാസ് 9ാം ക്ലാസ്സിലേക്ക് ടെക്സ്റ്റ് മാറിയല്ലോ. അപ്പൊ 2024 ന്യൂ എഡിഷൻ SCERT ടെക്സ്റ്റ് മുതൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം. ഇന്ന് 5ാം ക്ലാസ്സിലെ പാർട്ട് 1 പുതിയ സിലബസും കവർ ചെയ്യുന്നത്. അപ്പൊ എന്റെ ക്ലാസ് ഒക്കെ ഓക്കെ ആയിട്ടുള്ളവര് ഇഷ്ടമായിട്ടുള്ളവര് പ്ലേലിസ്റ്റുകളൊക്കെ നോക്കുക. അതിൽ മലയാളം ഒക്കെ നല്ല ഡീറ്റെയിൽഡ് ആയിട്ട് സിമ്പിൾ ആയിട്ട് എടുത്തിട്ടുണ്ട്, അതൊക്കെ കാണുക. പിന്നെ ഫ്രണ്ട്ലി PSC ടെലഗ്രാമിൽ ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റ് ഒക്കെ ചെയ്ത് നോക്കാവുന്നതാണ്. 2024 SCERT 1ാം ക്ലാസ് പാർട്ട് 1 ഈ 6 യൂണിറ്റുകളാണ് പഠിക്കാനുള്ളത്. പീലിയുടെ ഗ്രാമം PSCയുടെ എക്സാം പോയിന്റ് ഓഫ് വ്യൂവില് ഈ ചാപ്റ്ററിൽ നിന്ന് അധികം ക്വസ്റ്റ്യൻസ് ഇല്ല. നമുക്ക് അറിയാവുന്ന കുറച്ച് ഫാക്ട്സുകൾ മാത്രമാണ് ഇതിൽ പറയുന്നത്. അതായത് പീലിയുടെ ഗ്രാമം കാണാൻ കൂട്ടുകാരെ കൊണ്ടുപോവാണ്. അപ്പൊ വീട്ടുകാരുടെ ഒക്കെ സമ്മതത്തോടെ കുട്ടികളെല്ലാവരും പീലിയുടെ ഗ്രാമത്തിലേക്ക് പുറപ്പെടുകയാണ്. അപ്പൊ യാത്രയ്ക്ക് ഒരുങ്ങുന്നതിന് മുമ്പ് വേണ്ട സജ്ജീകരണങ്ങളൊക്കെ അവർ ചെയ്തു. പീലിയുടെ ഗ്രാമത്തിലെത്തി. അപ്പൊ പീലിയുടെ വീട്ടിലെ ഭക്ഷണമൊക്കെ കഴിച്ചവർക്ക് ഇഷ്ടപ്പെട്ടു. പീലിയുടെ അച്ഛനാണ് ഭക്ഷണം മീൻകറി ഉണ്ടാക്കിയത് എന്നൊക്കെ ഉള്ള ഒരു കാര്യം അതിൽ എഴുതിയിരിക്കുന്നു. അപ്പൊ ഇവിടെ നമുക്ക് കാണാൻ പറ്റും എന്താണ് ആ ഒരു ജെൻഡർ ഇക്വാലിറ്റി കൊണ്ടുവരാനാവണം അച്ഛനാണ് മീൻകറി ഉണ്ടായത് എന്നൊക്കെ ഒരു ഫാക്ട്സ് കുട്ടികൾക്ക് 2024 ടെക്സ്റ്റ് ഉൾപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. ചാപ്റ്ററിൽ മെയിൻ ആയിട്ട് ഉദ്ദേശിച്ചിരിക്കുന്നത് ഗ്രാമജീവിതം എങ്ങനെയാണ്, ഗ്രാമത്തിൽ സാധനങ്ങളൊക്കെ വിൽക്കുന്ന മാർക്കറ്റ്, ഗ്രാമത്തെ കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ. ഇപ്പൊ ഗ്രാമജീവിതവും അതുപോലെ കുട്ടികൾ വരുന്നത് നഗരത്തിൽ നിന്നൊക്കെയാണ്. ആ ജീവിതങ്ങൾ തമ്മിലുള്ള വ്യത്യാസം, നഗരവും ഗ്രാമവും തമ്മിലുള്ള വ്യത്യാസം കുട്ടികൾ മനസ്സിലാക്കുന്നു. ഇതാണ് ആ ചാപ്റ്ററിൽ മെയിൻ ആയിട്ട് ഉദ്ദേശിച്ചിരിക്കുന്ന ഫാക്ടുകൾ. ഈ യൂണിറ്റ് ഭക്ഷണവും മനുഷ്യരും. അതിൽ ആദ്യ ഫാക്ട് തന്നെ നമുക്ക് പഠിക്കാനുള്ളതാണ്. ഒക്ടോബർ 16 ലോക ഭക്ഷ്യദിനം. അപ്പൊ ലോക ഭക്ഷ്യദിനം എന്നാണ് ഒക്ടോബർ 16 ആദ്യകാലത്തെ ജനജീവിതം, മനുഷ്യൻ ഭക്ഷണം സമ്പാദിച്ച രീതികളൊക്കെയാണ് പിന്നെ പറയുന്നത്. ഈ ചിത്രത്തിൽ നിങ്ങൾക്ക് കാണാം പ്രാചീന മനുഷ്യർ വേട്ടയാടി ആ മൃഗങ്ങളെ കൊന്ന് ജീവിച്ചു. ഗുഹയിലാണ് അവർ ജീവിച്ചത്. പച്ച ഇറച്ചിയൊക്കെ ആയിരുന്നു അവര് ആദ്യം ഭക്ഷിച്ചുകൊണ്ടിരുന്നത്. പിന്നീടാണ് തീയൊക്കെ കണ്ടുപിടിച്ചത്. അപ്പൊ തീ കണ്ടുപിടിച്ചതിന് ശേഷം അവർ ഭക്ഷണം വേവിച്ച് കഴിക്കാൻ തുടങ്ങി. ഇപ്പൊ തീയുടെ കണ്ടുപിടുത്തം എന്ന് പറയുമ്പോ എങ്ങനെയോ കാട്ടുതീ ഉണ്ടായി. കാട്ടുതീ ഉണ്ടായപ്പോൾ കാട്ടിലെ കിഴങ്ങുകളും ജീവികളും ഒക്കെ അതിൽ കത്തി. അതിനുശേഷം അത് ഭക്ഷിച്ചപ്പോൾ ഇവർക്ക് നല്ലതായിട്ട് തോന്നി. അപ്പൊ അങ്ങനെ തീയുടെ സ്രോതസ് ഇവര് മനസ്സിലാക്കി. മരങ്ങളോ ഉരസിയോ അല്ലെങ്കിൽ കല്ലുകൾ ഉരസിയോ ഒക്കെ തീ ഉണ്ടാക്കാമെന്ന് കണ്ടുപിടിച്ചതോടെ പുരോഗതി വന്നു ഭക്ഷണ കാര്യത്തിൽ. അവര് ഭക്ഷണം വേവിച്ച് കഴിക്കാൻ തുടങ്ങി. ചില വിത്തുകളൊക്കെ മണ്ണിൽ വീണു മുളയ്ക്കുന്നു എന്നവര് കണ്ടുപിടിക്കുകയും അങ്ങനെ കൃഷിയിലേക്ക് അവർ ഇറങ്ങുകയും ചെയ്തു. അപ്പൊ ഭക്ഷണം കൃഷി ചെയ്ത് കഴിക്കാൻ തുടങ്ങിയതോടെ ഒത്തിരി ഉൽപാദനം ഉണ്ടാകുകയും ഇതൊക്കെ സംരക്ഷിച്ച് വെക്കേണ്ട ഒരു ആവശ്യം വരികയും കൃഷിയുടെ ആവശ്യത്തിനായിട്ട് അവർ ഒരുമിച്ച് കൂട്ടമായി താമസിക്കാനും തുടങ്ങി. ഇവിടെ ഒരു പോയിന്റ് ഉണ്ട്. മനുഷ്യർ ഭക്ഷണാവശ്യത്തിനായിട്ട് മൃഗങ്ങളെ ഇണക്കി വളർത്താനും സസ്യങ്ങളെ പരിപാലിക്കാനും തുടങ്ങി. ഭക്ഷണ ആവശ്യത്തിനായിട്ട് അവർ ആദ്യം ഇണക്കി വളർത്തിയത് ആട്, ചെമ്മരിയാട് തുടങ്ങിയ മൃഗങ്ങളെയാണ്. അല്ലെ, മനുഷ്യരുമായിട്ട് പെട്ടെന്ന് ഇണങ്ങുന്നത് മൂലം ഇണക്കി വളർത്താൻ തുടങ്ങിയ മൃഗം, അവരുടെ സംരക്ഷണത്തിനും വേട്ടയാടുന്നതിനും ഒക്കെ ആയിട്ട് ഇണക്കി വളർത്താൻ തുടങ്ങിയ മൃഗം നായയാണ്. ഇതുണ്ടോ, വലിച്ചെറിഞ്ഞ ഭക്ഷ്യവസ്തുക്കളിൽ നിന്ന് പുതിയ തൈകൾ മുളച്ചു വരുന്നത് ശ്രദ്ധയിൽപ്പെട്ടതോടെ ആയിരിക്കാം ആദിമ മനുഷ്യർ കൃഷിയെ കുറിച്ച് ചിന്തിച്ചു തുടങ്ങിയത്. പാറപ്പുറത്തിട്ടാൽ വിത്ത് ഉണങ്ങിപ്പോകുമെന്നും വെള്ളത്തിലിട്ടാൽ ചീഞ്ഞു പോകുമെന്നും എന്നാൽ ഈർപ്പവും ചൂടുവെള്ള മണ്ണിൽ വിത്ത് മുളയ്ക്കുമെന്നവർ മനസ്സിലാക്കി. അങ്ങനെ അവര് കൃഷിയിലേക്ക് തിരിഞ്ഞു. കൃഷി തുടങ്ങിയതോടെ കൃഷിയിടങ്ങൾ അവർക്ക് സംരക്ഷിക്കേണ്ടതായിട്ട് വന്നു. അപ്പൊ അവർ ഒരുമിച്ച് താമസിക്കാൻ തുടങ്ങി. ഭക്ഷണം തേടി അലഞ്ഞു തിരിയേണ്ടി വന്നില്ല. കാരണം അവിടുന്ന് അവർക്ക് ആവശ്യത്തിന് ഭക്ഷണം ലഭിച്ചു. പിന്നെ കൂടുതൽ വിശ്രമ സമയം അവർക്ക് കിട്ടി. അപ്പൊ അതിൽ നിന്ന് അവർ ഒരുമിച്ച് താമസിക്കാൻ തുടങ്ങി. കൃഷിയിലൂടെ ഭക്ഷ്യവസ്തുക്കൾ ഉൽപ്പാദിപ്പിച്ചതോടെ അവർക്ക് അത് എന്ത് ചെയ്യേണ്ടി വന്നു? സംരക്ഷിക്കേണ്ടി വന്നു. സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് എന്ത് നിർമ്മിക്കേണ്ടി വന്നു? ധാന്യപ്പുരകൾ നിർമ്മിക്കേണ്ടി വന്നു. മൺപാത്രങ്ങളും മൃഗത്തോല് കൊണ്ട് നിർമ്മിച്ച സഞ്ചികളും ഈറ കൊണ്ടുള്ള കുട്ടികളും ഒക്കെ അവര് അന്ന് നിർമ്മിച്ചു. പിന്നെ
കണ്ടുപിടിച്ചത് മനുഷ്യന്റെ ചരിത്രത്തിലെ ഒരു വഴിത്തിരിവായിരുന്നു കണ്ടോ. മൺപാത്രമൊക്കെ നിർമ്മിക്കുന്നത് കണ്ടോ. ധാന്യപ്പുര, ഭക്ഷണ പദാർത്ഥങ്ങൾ സൂക്ഷിക്കുന്നതിനായിട്ട് ധാന്യപ്പുരകൾ അവർ നിർമ്മിച്ചിരുന്നു. ധാന്യപ്പുരയുടെ ഏറ്റവും പ്രശസ്തമായ ഒരു തെളിവാണ് സിന്ധു നദീതട സംസ്കാരത്തിന്റെ അവശിഷ്ടമായിട്ട്, അഥവാ സിന്ധു നദീതട സംസ്കാരത്തെ തന്നെയാണ് നമ്മൾ ഹാരപ്പൻ സംസ്കാരം എന്നും പറയുന്നത്. അതിന്റെ അവശിഷ്ടമായിട്ട് ധാന്യപ്പുരകൾ ഉണ്ടായിരുന്നു. ചുട്ട ഇഷ്ടിക കൊണ്ട് കെട്ടിയുണ്ടാക്കിയിട്ടുള്ള ധാന്യപ്പുരകൾ. അപ്പൊ ഇതൊക്കെ ഇതിന്റെ തെളിവാണ്. ഭക്ഷണം ശേഖരിക്കുന്നതിനായിട്ട് സൂക്ഷിച്ചു വെക്കുന്നതിനായിട്ടുള്ള ധാന്യപ്പുരയുടെ തെളിവാണിത്. ഫാക്റ്റ് ആണ് ഭക്ഷ്യവസ്തുക്കളുടെ കൈമാറ്റം. ഇവര് ഉൽപ്പാദിപ്പിക്കുന്ന പദാർത്ഥം ഒത്തിരി ഉണ്ട്. ഇവർക്ക് വേറെ ഏതെങ്കിലും പദാർത്ഥം വേണമെങ്കിൽ ഇത് കൊടുത്തിട്ട് വേറെ അവർക്ക് ആവശ്യമുള്ള പദാർത്ഥം കൈമാറിയിരുന്നു. തനിക്ക് ആവശ്യമുള്ള വസ്തുക്കൾ നേടുന്നതിനായിട്ട് ഓരോരുത്തരും സംഭരിച്ചിരുന്ന വസ്തുക്കൾ മറ്റുള്ളവർക്ക് കൈമാറിയിരുന്നു. ഇതിന്റെ പേരെന്താണ് ഇങ്ങനെ കൈമാറുന്നതിന്റെ? ബാർട്ടർ സിസ്റ്റം എന്നാണ് പറയുന്നത്. ഇങ്ങനെ ദക്ഷിണേന്ത്യയില് കൈമാറ്റം ചെയ്തിരുന്നതിന്റെ തെളിവ് 1500 വർഷങ്ങൾക്ക് മുമ്പ് ദക്ഷിണേന്ത്യയിൽ ഭക്ഷ്യവസ്തുക്കളുടെ കൈമാറ്റം നിലനിന്നിരുന്നതായിട്ട് സംഘകാല കൃതികളിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. കടൽ തീരത്ത് താമസിച്ചിരുന്നവർ മറ്റു പ്രദേശങ്ങളിലുള്ളവർക്ക് ഉണക്ക മത്സ്യവും ഉപ്പും കൈമാറി. പകരം മറ്റുള്ളവരിൽ നിന്ന് അവർക്ക് വേണ്ട ഭക്ഷ്യവസ്തുക്കളും വനവിഭവങ്ങളൊക്കെ സ്വീകരിക്കുകയും ചെയ്തിരുന്നു. ഇത്തരം കൈമാറ്റ സമ്പ്രദായത്തെയാണ് ബാർട്ടർ സമ്പ്രദായം എന്ന് പറയുന്നത്. അപ്പൊ ഇത്തരം കൈമാറ്റങ്ങൾ എന്തിലേക്ക് അവരെ നയിച്ചു? കച്ചവടത്തിലേക്ക് നയിച്ചു. അങ്ങനെ കച്ചവട കേന്ദ്രങ്ങൾ വികസിച്ചു. ഇത്തരത്തിലുള്ള കച്ചവട കേന്ദ്രങ്ങൾ പിന്നീട് നഗരങ്ങളായി മാറി. പിന്നീട് ദേശങ്ങൾ കടന്നും ഭക്ഷ്യവസ്തുക്കൾ കൈമാറ്റം ചെയ്തു. അപ്പൊ ദേശങ്ങൾ കടക്കാനായിട്ട് അന്ന് ഉപയോഗിച്ചിരുന്നത് എന്താണ്? കപ്പൽ മാർഗമാണ്. അങ്ങനെ ചൈനക്കാര്, റോമാക്കാർ, അറബി, പേർഷ്യക്കാർ, ജൂതർ തുടങ്ങിയവരൊക്കെ ആയിട്ട് വ്യാപാര കൈമാറ്റങ്ങൾ നടന്നു. ഇതെല്ലാം കേരളത്തിൽ നിന്നൊക്കെ കയറ്റി അയച്ചുകൊണ്ടിരുന്ന വസ്തുക്കളാണ്. അങ്ങനെ 1498 വാസ്കോഡ ഗാമ എന്ന യൂറോപ്യൻ കേരളത്തിലേക്ക് എത്തുകയാണ്. കാപ്പാട് മെയിൻ ഉദ്ദേശം എന്തായിരുന്നു? ചരക്ക് കൊണ്ടുപോകുക എന്നുള്ളതായിരുന്നു. വാസ്കോഡ ഗാമ യൂറോപ്പിലേക്ക് തിരിച്ചു പോയപ്പോൾ ഉണ്ടല്ലോ, അദ്ദേഹം വന്ന യാത്രാ ചെലവിന്റെ 60 ഇരട്ടി വിലയുള്ള ചരക്കുകൾ നമ്മുടെ ഇന്ത്യയിൽ നിന്ന് കൊണ്ടുപോയിരുന്നു. പിന്നെ അവിടെ ഒരു പോയിന്റ്, കറുത്ത പൊന്ന് എന്നറിയപ്പെടുന്നത് എന്താണ്? കുരുമുളകാണ്. കറുത്ത പൊന്ന് എന്നറിയപ്പെടുന്നത് കുരുമുളകാണ്. അപ്പൊ നമ്മുടെ കേരളത്തിലെ കുരുമുളകും ഏലവും ഇഞ്ചിയും ഗ്രാമ്പും കറുവപ്പട്ടയൊക്കെ വിദേശികളുടെ പ്രിയപ്പെട്ട വസ്തുക്കളായിരുന്നു. കൊടുത്തിരിക്കുന്നത് പേരക്കയുടെ ജന്മദേശം മെക്സിക്കോയാണ്. പേരക്കയെ ഉഷ്ണമേഖലയിലെ ആപ്പിൾ എന്നും പറയാറുണ്ട്. അത് ഇന്ത്യയിൽ എത്തിച്ചത് പോർച്ചുഗീസുകാരാണ്. ഭക്ഷണവും അസമത്വവും. കാട്ടില് മൃഗങ്ങളെയൊക്കെ പിടിച്ച് പച്ചക്കൊക്കെ തിന്നുകൊണ്ടിരുന്ന മനുഷ്യനാണ്. പിന്നീട് എന്തായി? തമ്മിൽ ജാതിയും വർഗീയതയൊക്കെ കയറി വന്നു. ചാതുർവർണ്ണയൊക്കെ വന്ന് തൊട്ടുകൂടായ്മ, തീണ്ടിക്കൂടായ്മ തുടങ്ങിയ കാര്യങ്ങൾ വന്നു. അപ്പൊ അതിന്റെ ഫലമായിട്ട് ഒരുമിച്ചിരുന്ന് എല്ലാ ജാതിയിൽപ്പെട്ടവർക്കും ഭക്ഷണം കഴിക്കാനുള്ള അവകാശമൊക്കെ നിഷേധിക്കപ്പെട്ടു. അതിന്റെ ഫലമായിട്ട് സാമൂഹിക പരിഷ്കർത്താവായ സഹോദരൻ അയ്യപ്പൻ എന്ത് നടത്തി? ചെറായിൽ മിശ്രഭോജനം നടത്തി. അത് PSC ചോദിച്ചിട്ടുണ്ട്. 1917 ഉണ്ടോ SCRT മാസം ചോദിച്ചിട്ടുള്ളതാണ്. മാസം എഴുതിയിട്ടുള്ളതുകൊണ്ട് അതും കൂടി പഠിക്കണം. 1917 മെയ് 29 വിവിധ ജാതിക്കാരെ ഒന്നിച്ചിരുത്തി സഹോദരൻ അയ്യപ്പന്റെ നേതൃത്വത്തിൽ എറണാകുളം ജില്ലയിലെ ചെറായിയിൽ മിശ്രഭോജനം സംഘടിപ്പിച്ചു. അപ്പൊ മിശ്രഭോജനത്തിന്റെ വർഷം, മാസം നടത്തിയ ആള് സഹോദരൻ അയ്യപ്പൻ. പിന്നെ നമുക്ക് വേണ്ട ഒരു പ്രധാന പോയിന്റ് ആണ് ദേശീയ ഭക്ഷ്യ സുരക്ഷാ നിയമം, നാഷണൽ ഫുഡ് സെക്യൂരിറ്റി ആക്ട് നിലവിൽ വന്നത് എന്നാണ്. ഇന്ത്യയിലെ ദേശീയ ഭക്ഷ്യ സുരക്ഷാ നിയമം 2013 നിലവിൽ വന്നു. ചോദിച്ചിട്ടുണ്ട്, ഇമ്പോർട്ടന്റ് ആണ്. എല്ലാവർക്കും ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുക എന്നതാണ് ഈ നിയമത്തിന്റെ ലക്ഷ്യം. അതിന്റെ ഭാഗമായിട്ട് പൊതുവിതരണ സംവിധാനമൊക്കെ ശക്തിപ്പെടുത്തി. 2023 അന്താരാഷ്ട്ര ചെറുധാന്യ വർഷം. ഈ അന്താരാഷ്ട്ര വർഷങ്ങൾ, UN അന്താരാഷ്ട്ര വർഷങ്ങൾ ഓർത്തു വെക്കാൻ ഞാനൊരു കോഡൊക്കെ ഇട്ടിട്ടുണ്ട്, പ്ലേലിസ്റ്റിലുണ്ട്, നിങ്ങൾ കാണുക. കറണ്ട് അഫയേഴ്സിന്റെ കൂടെ നോക്കിയാൽ കിട്ടും. അപ്പൊ ഇതിന്റെ ലക്ഷ്യം എന്ന് പറഞ്ഞാല് ചെറുധാന്യങ്ങളുടെ ഉൽപാദനവും ഉപഭോഗവും പ്രോത്സാഹിപ്പിക്കുക എന്നതാണ്. അപ്പൊ ഇതാണ് ഈ ചെറുധാന്യം. മില്ലറ്റ്, റാഗി, മണിച്ചോളം, ബാർലി, വരക്, ബജ്ര, തിന ഇതിനെല്ലാം കൂടെ ചേർത്തിട്ടാണ് ചെറുധാന്യങ്ങൾ എന്ന് പറയുന്നത്. യൂണിറ്റ് 3 തൊഴിൽ വൈവിധ്യങ്ങൾ. ഇതിൽ പ്രധാനമായിട്ട് വരുമാനം എന്താണെന്ന് പറയുന്നുണ്ട്, തൊഴിൽ എന്താണെന്ന് പറയുന്നുണ്ട്, പിന്നെ കൂലിയും ശമ്പളവും തമ്മിലുള്ള വ്യത്യാസം. കരാർ പ്രകാരം സേവനങ്ങൾ നിർവഹിച്ചതിന് തൊഴിലുടമ തൊഴിലാളിക്ക് നൽകുന്ന പ്രതിഫലത്തെ കൂലി എന്നും, പ്രതിമാസ അടിസ്ഥാനത്തിൽ ജീവനക്കാർ നിർവഹിക്കുന്ന ജോലിക്ക് തൊഴിലുടമ നൽകുന്ന പ്രതിഫലമാണ് ശമ്പളം. പിന്നെ വരുമാന സ്രോതസ്സുകൾ, ബാങ്ക് നിക്ഷേപം, ബിസിനസ്, ആസ്തി, കൃഷി ഇതിലെല്ലാം
വരുമാനം ലഭിക്കും. പിന്നെ ആസ്തി എന്ന് പറഞ്ഞാൽ എന്താ? കെട്ടിടങ്ങള്, വസ്തുവകകള് ഇതിനെയൊക്കെ ആസ്തിയായിട്ട് പറയാം. പിന്നെ വരുമാന സ്രോതസ്, വരുമാനം. ഇതിൽ നിന്നൊന്നും ക്വസ്റ്റ്യൻ എഴുതാൻ മാത്രം ഒന്നുമില്ല. പിന്നെ ആ ചാപ്റ്ററിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് ഇതാണ്, കൈവല്യ. ആ പദ്ധതി എന്തിനാണ് ഉപയോഗിക്കുന്നത്? ഭിന്നശേഷിക്കാർക്കാണ്, PSC ചോദിച്ചിട്ടുണ്ട്. അതുപോലെ ശരണ്യ പദ്ധതി വനിതകൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. നവജീവൻ പദ്ധതി മുതിർന്ന പൗരർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പൊ ഇത് മൂന്നും പഠിച്ചു വെക്കണം. ചാപ്റ്റർ വസ്ത്രത്തിന്റെ നാൾവഴികൾ. പിന്നെ ആദിമ മനുഷ്യരുടെ വസ്ത്രധാരണ രീതി കണ്ടോ? പിന്നീട് വസ്ത്രം ധരിക്കേണ്ട ആ ഒരു ആവശ്യകത വന്നപ്പോൾ നെയ്ത്ത് വിദ്യയിലേക്ക് മനുഷ്യർ തിരിഞ്ഞു. പിന്നെ ഇവിടെ ഒരു ഇമ്പോർട്ടന്റ് കാര്യമുണ്ട്, സിന്ധു നദീതടത്തിലെ വസ്ത്രം. അപ്പൊ സിന്ധു നദീതട സംസ്കാരം അഥവാ ഹാരപ്പൻ സംസ്കാരത്തിൽ കിട്ടിയ അവശിഷ്ടങ്ങളിൽ നിന്ന് നമുക്ക് ചില കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട്. അവര് പരുത്തിയും കമ്പിളിയും ഒക്കെ വസ്ത്രം ധരിച്ചിരുന്നു. അവിടുന്ന് കിട്ടിയ പ്രതിമകള് വസ്ത്രം ധരിച്ചിരുന്നു. അപ്പൊ പരുത്തിയും കമ്പിളിയും ഒക്കെ സിന്ധു നദീതട നിവാസികൾ ഉപയോഗിച്ചിരുന്നു. പിന്നെ പരുത്തി മറ്റു സ്ഥലങ്ങളിലേക്ക് വാണിജ്യം നടത്തിയതിന്റെ തെളിവുകളൊക്കെ കിട്ടിയിട്ടുണ്ട്. പിന്നെ ആദ്യകാല നൂൽപ്പ് യന്ത്രങ്ങൾ. പിന്നെ നീലം ചെടിയെ പറ്റി പറയുന്നുണ്ട്. കളർ മുക്കുന്നതിനായിട്ട് നീലമാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. പിന്നെ പരുത്തി ചെടിയിൽ നിന്ന് ലഭിക്കുന്ന പഞ്ഞി നൂലാക്കിയാണ് വസ്ത്രനിർമ്മാണത്തിന് ഉപയോഗിച്ചിരിക്കുന്നത്. പ്രാചീന കാലം മുതൽ ഇന്ത്യയിൽ പരുത്തി കൃഷി ചെയ്തിരുന്നു. ചണച്ചെടിയിൽ നിന്നാണ് ചണം ഉൽപ്പാദിപ്പിക്കുന്നത്. ഒരു പ്രകൃതിദത്ത നാരാണ് ചണം. ലോകത്ത് ചണം കൃഷിയുടെ ഭൂരിഭാഗവും ഇന്ത്യയിലെ ഫലഭൂയിഷ്ഠമായ ഗംഗാതീരത്താണ്. വിദേശികൾ തുണി വ്യവസായത്തിനായി ഇന്ത്യയിൽ നിന്ന് ധാരാളം ചണം കൊണ്ടുപോയിരുന്നു. പിന്നെ നീലം ചെടി അഥവാ ഇൻഡിഗോ. ആദ്യകാലങ്ങളിൽ വസ്ത്രങ്ങൾക്ക് നിറം കൊടുക്കാൻ നീലം ചെടിയിൽ നിന്നുണ്ടാക്കുന്ന ചായം ഉപയോഗിച്ചിരുന്നു. പിന്നീട് നീലത്തിൽ വിവിധ കൂട്ടുകൾ ചേർത്താണ് വ്യത്യസ്തങ്ങളായ നിറങ്ങൾ ഉണ്ടാക്കിയിരുന്നത്. അടുത്ത കൈത്തറിയെ പറ്റി പറയുന്നുണ്ട്. കൈത്തറി കേന്ദ്രം കണ്ണൂർ, അതുപോലെ തിരുവനന്തപുരം ജില്ലയിലെ ബാലരാമപുരം, തൃശൂർ ജില്ലയിലെ കുത്താമ്പള്ളി ഇവയൊക്കെ കൈത്തറിയുടെ കേന്ദ്രങ്ങളാണ്. പിന്നെ നൂൽക്കാൻ ഉപയോഗിച്ചിരുന്ന സ്പിന്നിങ് ജെന്നി കണ്ടുപിടിച്ചത് ജെയിംസ് ഹാർഗ്രീവ്സ് ആണ്. ജെയിംസ് ഹാർഗ്രീവ്സ് സ്പിന്നിങ് ജെന്നി കണ്ടുപിടിച്ചു. അതിന്റെ ഫലമായിട്ട് നൂൽ ഉൽപാദനം വേഗത്തിലായി. അടുത്ത യന്ത്രത്തറിയാണ്. എഡ്മണ്ട് കാർട്ട്റൈറ്റ് ആണ് യന്ത്രത്തറി കണ്ടുപിടിച്ചത്. ഇപ്പൊ വൈദ്യുതിയുടെയോ മറ്റ് ഊർജ്ജ സ്രോതസ്സിന്റെയോ സഹായത്താലാണ് ഇത് പ്രവർത്തിക്കുന്നത്. പിന്നെ ഇതിന് കൈത്തറിയേക്കാൾ വേഗത്തിലാണ് പ്രവർത്തിക്കുന്നത്. അതുപോലെ അറിയാലോ, വേഗത എന്ന പ്രയോഗം തെറ്റാണ്. വേഗം എന്നാണ് പ്രയോഗിക്കുന്നത്. 2024 മലയാളത്തിൽ ചോദിച്ചതാണ്. വേഗം ശരി, വേഗത തെറ്റ്. പിന്നെ കാണിക്കുന്നത് യന്ത്രവൽകൃത വസ്ത്രനിർമ്മാണം. പിന്നെ അടുത്ത യൂറോപ്യർ. ഭൂമിയിലെ 7 വൻകരകളിലൊന്നാണ് യൂറോപ്പ്. ഈ വൻകരയിലുള്ള ജനതയെയാണ് നമ്മൾ യൂറോപ്യർ എന്ന് പറയുന്നത്. യൂറോപ്പിൽ നിന്ന് കച്ചവടത്തിനായിട്ട് ഇന്ത്യയിലെത്തിയവരാണ് പോർച്ചുഗീസുകാര്, ഡച്ചുകാര്, ഇംഗ്ലീഷുകാര്, ഫ്രഞ്ചുകാരൊക്കെ. അവരിവിടെ വന്നിട്ട് എന്ത് ചെയ്തു? ഇന്ത്യയെ കോളനിയാക്കി. എന്നിട്ട് ഇവിടെ നിന്ന് സംസ്കൃത വസ്തുക്കൾ അവരുടെ ദേശത്തേക്ക് കൊണ്ടുപോയി. പിന്നെ ഇവിടെ ഒരു ഇമ്പോർട്ടന്റ് പോയിന്റ് ഉണ്ട്, പ്രകൃതിദത്ത നാരുകളും കൃത്രിമ നാരുകളും. പ്രകൃതിദത്ത നാരുകൾക്ക് ഉദാഹരണം പരുത്തി, ചണം. നാരുകൾക്ക് ഉദാഹരണം പോളിസ്റ്റർ, നൈലോൺ, റയോൺ. ഇവയാണ് കൃത്രിമ നാരുകൾ. പരുത്തിയും ചണവുമാണ് പ്രകൃതിദത്ത നാരുകൾ. പിന്നീട് വരുന്നു വസ്ത്രത്തിലെ വിവേചനം. നേരത്തെ ഭക്ഷണത്തിൽ കണ്ട പോലെ ഇവിടെ ശ്രീ ഉത്രം തിരുനാൾ മഹാരാജാവ് തിരുമനസ് തന്നിരിക്കുന്ന ഒരു അറിയിപ്പാണ്. ചാന്നാട്ടികളിലെ മേൽമുണ്ട് ശീല, അതായത് ചാന്നാർ വിഭാഗത്തിലെ സ്ത്രീകൾക്ക് മേൽമുണ്ട്, ഇനി നിങ്ങൾ മേൽമുണ്ട് ധരിച്ചോ എന്ന് പറഞ്ഞിട്ട് ഉത്തരം തിരുനാൾ ഇറക്കിയിരിക്കുന്ന ഉത്തരവാണിത്. അതായത് പണ്ട് ചാന്നാർ സ്ത്രീകൾക്ക് മേൽമുണ്ട് ധരിക്കാനുള്ള അവകാശമില്ലായിരുന്നു. അപ്പൊ അതിനുവേണ്ടി അവർ പോരാടി. അതിന്റെ ഫലമായിട്ട് ഉത്തരം തിരുനാൾ അവർക്ക് മേൽമുണ്ട് ധരിക്കാനുള്ള അവകാശം കൊടുത്തു. തെക്കൻ കേരളത്തിലെ താഴ്ന്ന ജാതിക്കാർ എന്ന് പറയപ്പെടുന്ന വിഭാഗത്തിലെ സ്ത്രീകൾക്ക് മേൽമുണ്ട് അല്ലെങ്കിൽ മേൽവസ്ത്രം ധരിക്കുന്നതിനുള്ള അവകാശം അനുവദിച്ചുകൊണ്ട് 1859 അന്നത്തെ തിരുവിതാംകൂർ രാജാവായ ഉത്തരം തിരുനാൾ മാർത്താണ്ഡവർമ്മ പുറപ്പെടുവിച്ച വിളംബരമാണ്. മേൽമുണ്ട് ധരിക്കാൻ അവകാശം നൽകിയത് ആരാണ് എന്ന് ചോദിക്കുകയാണെങ്കിൽ ഇത് ഏത് തിരുനാളാണെന്നൊക്കെ ചിലപ്പോൾ എക്സാമിൽ ഇരിക്കുമ്പോൾ നിങ്ങൾ മറന്നു. അപ്പൊ ഓർത്തു വെക്കാനേ, ഈ ഉത്തരീയം എന്ന് പറയുന്ന സാധനം നമ്മുടെ മേളിൽ ധരിക്കുന്നതല്ലേ. അപ്പൊ ഉത്തരീയം ധരിക്കാനുള്ള അവകാശം കൊടുത്ത് ഉത്തരം തിരുനാളാന്നുള്ള രീതിയിൽ കോഡ് വെച്ചിട്ടൊന്ന് ഓർത്തേക്ക് കേട്ടോ. അപ്പൊ ഉത്തരം തിരുനാളാണ് ഉത്തരവ് പുറപ്പെടുവിച്ചത്. ഇനി തിരുവിതാംകൂർ. തെക്കൻ കേരളത്തിലെ ഭൂരിഭാഗം പ്രദേശങ്ങളും മധ്യ കേരളത്തിലെ ചെറിയൊരു ഭാഗവും ഇന്ന് തമിഴ്നാടിന്റെ ഭാഗമായ കന്യാകുമാരി ജില്ലയിൽ ഉൾപ്പെട്ട നാട്ടുരാജ്യമായിരുന്നു തിരുവിതാംകൂർ.
18-ാം നൂറ്റാണ്ടിന്റെ പകുതിയോടെ അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയുടെ കാലത്താണ് തിരുവിതാംകൂർ നാട്ടുരാജ്യം വിസ്തൃതി പ്രാപിച്ചത്. 1956-ൽ കേരള സംസ്ഥാന രൂപീകരണത്തോടെ ഈ നാട്ടുരാജ്യം കേരള സംസ്ഥാനത്തിന്റെ ഭാഗമായി. മേൽമുണ്ട് സമരം 19-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ തെക്കൻ തിരുവിതാംകൂറിൽ സ്ത്രീകൾ മാറുമറയ്ക്കുന്നതിന് വേണ്ടി നടത്തിയ സമരമാണ് മേൽമുണ്ട് സമരം. നമ്മൾ ഓൾറെഡി പറഞ്ഞല്ലോ. അക്കാലത്ത് ഉയർന്ന ജാതിയിൽപ്പെട്ടവരെന്ന് പറയപ്പെട്ട സ്ത്രീകൾക്ക് മാത്രമേ മേൽവസ്ത്രം ധരിക്കുവാനുള്ള അവകാശം ഉണ്ടായിരുന്നുള്ളൂ. താഴ്ന്ന ജാതിക്കാരായി കരുതപ്പെട്ടിരുന്ന വിഭാഗത്തിലെ സ്ത്രീകൾക്ക് മേൽജാതിക്കാരുടെ മുന്നിൽ മാറുമറയ്ക്കാനുള്ള അവകാശം ഉണ്ടായിരുന്നില്ല. ഇതിനെതിരെ 19-ാം നൂറ്റാണ്ടിന്റെ ആദ്യഘട്ടത്തിൽ ഈ അവകാശം നേടിയെടുക്കുന്നതിനായി നടത്തിയ സമരമാണ് മേൽമുണ്ട് സമരം. അടുത്തത് വസ്ത്രം ഒരു സമരായുധം. പലതരം ചൂഷണങ്ങൾക്കെതിരെ ഒരു സമരായുധമായി വസ്ത്രത്തെ കഴിഞ്ഞ കാലങ്ങളിൽ ഉപയോഗിച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായിരുന്നു ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ മഹാത്മാഗാന്ധിയുടെ നേതൃത്വത്തിൽ നടന്ന പോരാട്ടങ്ങൾ. ഖാദിയും ചർക്കയും നൂൽനൂൽപ്പും വിദേശ വസ്തു ബഹിഷ്കരണവും ഗാന്ധിജി സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമാക്കി. ചർക്കയിൽ നൂൽനൂറ്റുണ്ടാക്കുന്ന ഖാദി വസ്ത്രങ്ങളെയാണ് ഗാന്ധിജി പ്രോത്സാഹിപ്പിച്ചത്. ഖാദി വസ്ത്രങ്ങൾ ധരിക്കുവാൻ ഇദ്ദേഹം ജനങ്ങളോട് ആഹ്വാനം ചെയ്തു. ഇത്തരത്തിൽ സ്വദേശി വസ്ത്രങ്ങൾ നിർമ്മിച്ച് ഉപയോഗിച്ചുകൊണ്ട് വിദേശ വസ്ത്രങ്ങൾ ബഹിഷ്കരിക്കാനാണ് ഗാന്ധിജി ആവശ്യപ്പെട്ടത്. കണ്ടോ, വിദേശ വസ്ത്രങ്ങൾ ഇവിടെ കരിക്കുന്നത് കണ്ടോ. സ്വദേശി പ്രസ്ഥാനം 1905 ഓഗസ്റ്റ് 7, ഇത് അതുപോലെ പഠിക്കണം. അന്നാണ് സ്വദേശി പ്രസ്ഥാനം ആരംഭിച്ചത്. അതുകൊണ്ട് നമ്മൾ ഈ ഓഗസ്റ്റ് 7-നെ ദേശീയ കൈത്തറി ദിനമായിട്ട് 2015 മുതൽ ആചരിക്കുന്നുണ്ട്. അപ്പോൾ സ്വദേശി പ്രസ്ഥാനത്തിന്റെ ലക്ഷ്യം എന്തായിരുന്നു? ബ്രിട്ടീഷ് നിർമ്മിത വസ്തുക്കൾ ഉപേക്ഷിക്കുകയും ഇന്ത്യൻ നിർമ്മിത വസ്തുക്കളുടെ ഉൽപാദനവും ഉപയോഗവും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുകയായിരുന്നു ലക്ഷ്യം. ഇനി ഖാദി പ്രസ്ഥാനം 1918 ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യയിൽ ആരംഭിച്ച പ്രസ്ഥാനമാണ് ഖാദി പ്രസ്ഥാനം. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ ഖാദിക്ക് സവിശേഷമായ സ്ഥാനമുണ്ട്. കാര്യങ്ങളാണ് ആ ഒരു ടോപ്പിക്കിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. അത് യൂണിറ്റ് 5 വരയ്ക്കാം വായിക്കാം. ഭൂപട നിർമ്മാണമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഒരു ചാപ്റ്റർ ആണ്. പിന്നെ വടക്ക് നോക്കി യന്ത്രം അറിയാലോ, ദിശ കണ്ടുപിടിക്കാനായിട്ട് ഉപയോഗിച്ചിരുന്നതാണ്. സമുദ്രയാത്രയിൽ ദിശ അറിയുന്നതിനായിട്ട് നാവികർ പണ്ടുകാലം മുതൽ തന്നെ ഈ ഉപകരണം ഉപയോഗിച്ചിരുന്നു. ഈ വാക്യം തെറ്റാണ് കേട്ടോ. പണ്ട് കാലം എന്ന പ്രയോഗം തെറ്റാണ്. പണ്ട് എന്നേ പറയാവുള്ളൂ. കാലം എന്ന ഒരു അർത്ഥം ഈ പണ്ടിൽ ഓൾറെഡി ഇൻക്ലൂഡഡ് ആണ്. അതുകൊണ്ട് പണ്ട് ഉപയോഗിച്ചിരുന്നു എന്നേ പറയാവുള്ളൂ. പണ്ട് കാലം എന്ന് 2024 ന്യൂ എഡിഷനിലും SCERT-യിലും തെറ്റ് അതുപോലെ തന്നെ ആവർത്തിച്ചിട്ടുണ്ട്. പിന്നെ ഭൂപടത്തിലെ ദിശ അറിയാലോ. മേൽഭാഗം ഏതാണ്? വടക്ക്, താഴെ ഭാഗം തെക്ക്, ഇത് കിഴക്ക്, ഇത് പടിഞ്ഞാറ്. ഗ്ലോബില് ഇങ്ങനെ കുറുകെ വരയ്ക്കുന്ന രേഖകളെ അക്ഷാംശ രേഖകളെന്നും ഇങ്ങനെ നെടുകെ വരയ്ക്കുന്ന രേഖകളെ രേഖാംശ രേഖകളെന്നുമാണ് പറയുന്നത്. ഈ അക്ഷാംശത്തിന്റെയും രേഖാംശത്തിന്റെയൊക്കെ സ്ഥാനം അനുസരിച്ചാണ് നമ്മൾ ഒരു വസ്തുവിന്റെ ദിശ അല്ലെങ്കിൽ എവിടെ സ്ഥിതി ചെയ്യുന്നു എന്ന് മനസ്സിലാക്കുന്നത്. ഗോളാകൃതിയിലുള്ള ഭൂമിയുടെ മാതൃകയെ നമ്മൾ ഗ്ലോബ് എന്ന് പറയുന്നു. ഈ ഗോളാകൃതിയിലുള്ള ഭൂമിയുടെ ഉപരിതല സവിശേഷതകൾ ഒരു പരന്ന പ്രതലത്തിലേക്ക് വരച്ചു ചേർത്താൽ അതിനെ നമ്മൾ എന്ത് പറയും? ഭൂപടം എന്ന് പറയും. ഗ്ലോബ്, ഭൂപടം. ഭൂപടങ്ങൾ തയ്യാറാക്കുന്ന ശാസ്ത്രശാഖയാണ് ഭൂപട ശാസ്ത്രം അഥവാ കാർട്ടോഗ്രഫി. ഭൂപടം തയ്യാറാക്കുന്ന ആളെ എന്ത് പറയും? കാർട്ടോഗ്രാഫർ എന്ന് പറയും. അപ്പൊ നമ്മുടെ രാജ്യത്ത് ഈ ഭൂപടമൊക്കെ നിർമ്മിക്കാൻ അധികാരമുള്ളത് ആർക്കാണ്? കേന്ദ്ര സർക്കാർ ഏജൻസി ആയിട്ടുള്ള സർവേ ഓഫ് ഇന്ത്യ. അപ്പൊ അതിന്റെ ആസ്ഥാനം ഉത്തരാഖണ്ഡിലെ ഡെറാഡൂണിലാണ്. സർവേ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം എവിടാണ്? ഡെറാഡൂൺ. ഇനി വാസ്കോഡ ഗാമ ഇന്ത്യയിലേക്ക് വന്ന യാത്രയെ പറ്റി പറയാണ്. കാറ്റിന്റെ സഹായത്തോടെ തെക്ക് കിഴക്കോട്ട് യാത്ര ചെയ്ത് ആഫ്രിക്കയുടെ തെക്കേ അറ്റത്തെത്തി. തുടർന്ന് ആഫ്രിക്കയുടെ കിഴക്കേ തീരം വഴി വടക്കോട്ട് സഞ്ചരിച്ച് മലിന്തി തുറമുഖത്തെത്തി. അവിടെ നിന്നും നാവികരുടെ നിർദ്ദേശങ്ങൾ സ്വീകരിച്ച് മൺസൂൺ കാറ്റുകളുടെ സഹായത്തോടെ 1498 മെയ് 20 ഇന്ത്യയുടെ പടിഞ്ഞാറെ തീരത്ത് കോഴിക്കോടിനടുത്തുള്ള കാപ്പാട് എത്തി. അപ്പൊ അത് എങ്ങനെയാണ് വന്നത്? ഇത് നമ്മുടെ ലോക ഭൂപടമാണ്. അപ്പൊ യൂറോപ്പിൽ നിന്ന് വാസ്കോഡ ഗാമ ആഫ്രിക്കയെ ചുറ്റി ഇവിടെ ഇന്ത്യയുടെ കേരളത്തില് കോഴിക്കോട് വന്നെത്തി. കണ്ടോ, ആർട്ടിക് സമുദ്രം, അന്റാർട്ടിക് സമുദ്രം, അറ്റ്ലാന്റിക്. അപ്പൊ ആർട്ടിക്, അറ്റ്ലാന്റിക്, അന്റാർട്ടിക്. പിന്നെ ഇത് ഇങ്ങോട്ട് കറങ്ങി ഇങ്ങോട്ട് വരുമ്പോ ഇവിടെയൊക്കെ പസഫിക് സമുദ്രമാണല്ലോ. പിന്നെ ഇന്ത്യൻ മഹാസമുദ്രം. പിന്നെ ഇത് ഇവിടെ കാണുന്ന സമുദ്രം ഏതാണെന്നറിയാലോ? അറബിക്കടല്. ഇത് അറബിക്കടല്, ഇത് ബംഗാൾ ഉൾക്കടല്, ഇത് ഇന്ത്യൻ മഹാസമുദ്രം. ഈ സമുദ്രങ്ങളൊക്കെ ഇങ്ങനെ പഠിച്ചു വെക്കണം കേട്ടോ.
ഇവിടുത്തെ അവസാന ചാപ്റ്റർ ആണ് ജനങ്ങൾ ജനങ്ങളാൽ. തെരഞ്ഞെടുപ്പും കാര്യങ്ങളും അതിൽ കുറച്ച് ഇമ്പോർട്ടന്റ് പോയിന്റ്സ് മാത്രമേ അതിൽ വരുന്നുള്ളൂ. അതായത് ഗ്രാമപ്രദേശങ്ങളിലെ ത്രിതല പഞ്ചായത്ത് സംവിധാനങ്ങളായ ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത്. അപ്പൊ ഗ്രാമപ്രദേശത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ എന്ന് പറയുമ്പോൾ എന്തൊക്കെ വരും? 3 എണ്ണമാണ് വരുന്നത്. ത്രിതല പഞ്ചായത്ത് സംവിധാനം അല്ലേ? അപ്പൊ ഗ്രാമപഞ്ചായത്ത് വരും, ബ്ലോക്ക് പഞ്ചായത്ത് വരും, ജില്ലാ പഞ്ചായത്ത് വരും. ഇനി നഗരത്തിലേക്ക് ആവുമ്പോൾ എന്തായിരിക്കും ഭരണം നടത്തുന്നത്? മുനിസിപ്പാലിറ്റിയും കോർപ്പറേഷനുമാണ്. അപ്പൊ നഗരത്തിൽ ഭരണം നടത്തുന്നത് മുനിസിപ്പാലിറ്റിയും കോർപ്പറേഷനുമാണ്. ഗ്രാമങ്ങളിൽ ത്രിതല പഞ്ചായത്ത് സംവിധാനമാണ്. ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്തും. ആ ഒരു കാര്യം മാത്രമേ അവിടെ വരുന്നുള്ളൂ. പിന്നെ 2 കൊട്ടേഷൻ പഠിക്കണം. ഇത് കോപ്പി പേസ്റ്റ് ആയിട്ട് വരാറുണ്ട് CRT ടെക്സ്റ്റുകളിൽ നിന്ന് ഇങ്ങനെ കൊടുത്തേക്കുന്ന സംഭവങ്ങൾ. അപ്പൊ എബ്രഹാം ലിങ്കൺ പറഞ്ഞേക്കാണ്, ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാൽ നടത്തപ്പെടുന്ന ജനങ്ങളുടെ ഭരണമാണ് ജനാധിപത്യം. അപ്പൊ ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാൽ നടത്തപ്പെടുന്ന ജനങ്ങളുടെ ഭരണമാണ് ജനാധിപത്യം. എബ്രഹാം ലിങ്കൺ. പിന്നെ ഗാന്ധി പറഞ്ഞേക്കുന്നത് എന്താണ്? ജനാധിപത്യത്തെ കുറിച്ചുള്ള എന്റെ സങ്കല്പം അതിനു കീഴിൽ ഏറ്റവും ദുർബലനും ശക്തനും തുല്യമായ അവസരം ഉണ്ടായിരിക്കണം എന്നതാണ്. അപ്പൊ എല്ലാരും തുല്യരാണ് എന്നൊരു കൺസെപ്റ്റ് ആണ് ആര് പറഞ്ഞേക്കുന്നത്? ഗാന്ധി പറഞ്ഞേക്കുന്നത്, മഹാത്മാഗാന്ധി. അത് ജനാധിപത്യം വേരുകൾ തേടി എവിടുന്നാണ് വന്നത് എന്നുള്ള രീതി. പുരാതന ഗ്രീസിലെ ഏഥൻസിലാണ് ജനാധിപത്യത്തിന്റെ ആദ്യ രൂപം ഉദയം ചെയ്തത്. പൊതുകാര്യങ്ങളിൽ തീരുമാനമെടുക്കുന്ന പ്രക്രിയയിൽ എല്ലാ വിഭാഗം ജനങ്ങളെയും പങ്കെടുപ്പിച്ചിരുന്നില്ലെങ്കിലും ജനാധിപത്യം എന്ന ആശയം സംഭാവന ചെയ്യുന്നതില് ഏഥൻസ് പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട്. ഇന്ന് നിലവിലുള്ള ജനാധിപത്യ രീതിയുടെ തുടക്കം യുണൈറ്റഡ് കിങ്ഡത്തിന്റെ ഭാഗമായ ഇംഗ്ലണ്ടിൽ നിന്നാണ്. ജനാധിപത്യ രീതിയുടെ തുടക്കം ഇംഗ്ലണ്ടിൽ നിന്നാണ്. തിരഞ്ഞെടുപ്പ്, ജനപ്രതിനിധികളുടെ ഭരണം, പാർലമെന്റ് എന്നീ സംവിധാനങ്ങൾ രൂപം കൊണ്ടത് ഇംഗ്ലണ്ടിലാണ്. ഇത് ഡെമോക്രസി എന്നുള്ളൊരു പദമാണ്. പുരാതന ഗ്രീക്ക് ചരിത്രകാരനായ ഹെറോഡോട്ടസ് ആണ് ഡെമോക്രസി എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത്. ഡെമോസ് എന്ന് വെച്ചാൽ ജനങ്ങള്, ക്രാറ്റോസ് എന്ന് പറഞ്ഞാല് അധികാരം. ഇപ്പൊ ജനങ്ങളുടെ അധികാരം എന്നോ ജനങ്ങളുടെ ഭരണം എന്നൊക്കെയാണ് ആ വാക്കിന്റെ അർത്ഥം. ഈ ജനാധിപത്യം 2 തരത്തിൽ നടത്താം. അതിനെ പറ്റിയാണ് ഇനി പറയുന്നത്. അപ്പൊ അതിനു മുമ്പായിട്ട് ഗ്രാമസഭ എന്താണെന്നൊന്ന് പറയാം. ഒരു പ്രദേശത്തിന്റെ ഭരണ വികസന പ്രക്രിയയില് എല്ലാ ജനങ്ങൾക്കും പങ്കാളികളാകാനും തീരുമാനങ്ങൾ എടുക്കാനും അവസരം ലഭിക്കുന്ന വേദികളാണ് എന്ത്? ഗ്രാമസഭകൾ. ഒരു ഗ്രാമപഞ്ചായത്തിലെ ഓരോ വാർഡിലെയും വോട്ടർ പട്ടികയിൽ പേര് ചേർക്കപ്പെട്ട മുഴുവൻ ജനങ്ങളും ഗ്രാമസഭയില് അംഗങ്ങളാണ്. നഗരങ്ങളില് ഇതിനെ വാർഡ് സഭകൾ എന്നാണ് വിളിക്കുന്നത്. അപ്പൊ ഇത് ഗ്രാമസഭയില് ജനങ്ങൾക്ക് അവരുടെ അഭിപ്രായം പറയാനുള്ള ഒരു അവസരം കിട്ടുന്നുണ്ട്. പിന്നെ 2 തരം ജനാധിപത്യം ഉണ്ടെന്ന് പറഞ്ഞില്ലേ? അപ്പൊ അതിലൊരു തരമാണ് പങ്കാളിത്ത ജനാധിപത്യം അഥവാ പ്രത്യക്ഷ ജനാധിപത്യം. അപ്പൊ അതിലെങ്ങനെയാന്ന് പറഞ്ഞാല് ജനങ്ങൾക്ക് നേരിട്ട് ഭരണകാര്യങ്ങളിൽ പങ്കാളികളാകാൻ ഇപ്പൊ താരതമ്യേന ജനസംഖ്യ കുറഞ്ഞിട്ടുള്ള ഭൂവിസ്തൃതിയൊക്കെ കുറഞ്ഞ പ്രദേശത്തെ ഇത് ആപ്ലിക്കബിൾ ആയിട്ടുള്ളൂ. അപ്പൊ അങ്ങനെയുള്ള ചെറിയ ജനസംഖ്യ കുറഞ്ഞ സ്ഥലത്ത്, ഭൂവിസ്തൃതിയൊക്കെ കുറഞ്ഞ പ്രദേശത്ത് പങ്കാളിത്ത ജനാധിപത്യം അല്ലെങ്കിൽ പ്രത്യക്ഷ ജനാധിപത്യം സാധ്യമാകും. അടുത്തതാണ് പരോക്ഷ ജനാധിപത്യം അഥവാ പ്രാതിനിധ്യ ജനാധിപത്യം. അതായത് ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന പ്രതിനിധികൾ ജനങ്ങൾക്ക് വേണ്ടി ഭരണം നടത്തുന്ന ജനാധിപത്യ രീതിയെയാണ് പരോക്ഷ ജനാധിപത്യം അല്ലെങ്കിൽ പ്രാതിനിധ്യ ജനാധിപത്യം എന്ന് പറയുന്നത്. ഇന്ത്യയെ പോലെ ജനസംഖ്യയും ഭൂവിസ്തൃതിയൊക്കെ കൂടിയ രാജ്യത്ത് ഏതേ പറ്റുള്ളൂ? പ്രാതിനിധ്യ ജനാധിപത്യമാണ് പറ്റുന്നത്. അപ്പൊ ജനസംഖ്യ കൂടി ഭൂവിസ്തൃതിയും കൂടിയ സ്ഥലത്ത് പരോക്ഷ ജനാധിപത്യം അഥവാ പ്രാതിനിധ്യ ജനാധിപത്യം, ജനസംഖ്യ കുറഞ്ഞ് ഭൂവിസ്തൃതി കുറഞ്ഞ സ്ഥലത്ത് പങ്കാളിത്ത ജനാധിപത്യം അഥവാ പ്രത്യക്ഷ ജനാധിപത്യം. കേരള നിയമസഭ കേരള സംസ്ഥാനത്തിന്റെ നിയമനിർമ്മാണ സഭയാണ് ഏത്? കേരള നിയമസഭ. തിരുവനന്തപുരത്താണ് അതിന്റെ ആസ്ഥാനം. അപ്പോൾ കേരള നിയമസഭ എന്ന് പറയുന്നത് 1888 സ്ഥാപിച്ച തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവ് കൗൺസില്, 1904 സ്ഥാപിതമായ ശ്രീമൂലം പ്രജാസഭ, അതുപോലെ 1949 തിരുക്കൊച്ചി നിയമനിർമ്മാണ സഭ, ഇതെല്ലാം കേരള നിയമസഭയുടെ വഴികാട്ടികളാണ്. അപ്പോൾ കേരള നിയമസഭയ്ക്ക് മുമ്പേ ഈ പറഞ്ഞ 3 സംഗതികളൊക്കെ രൂപപ്പെട്ടിരുന്നു. ഇപ്പോഴാണ് കേരള നിയമസഭ ഉള്ളത്. അപ്പൊ കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനം 1957 ഏപ്രിൽ 27 ആയിരുന്നു. എല്ലാ വർഷവും ഏപ്രിൽ 27 നിയമസഭാ ദിനമായിട്ട് ആചരിക്കുന്നു. അത് പഠിക്കണം. അപ്പൊ ഏപ്രിൽ 27 നിയമസഭാ ദിനം. ഇനി ജനാധിപത്യത്തിന്റെ സവിശേഷതകൾ എന്തൊക്കെയാണ്? അപ്പൊ ജനങ്ങൾക്കാണ് പരമമായ അധികാരം.
പിന്നെ നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യരാണ്. ജനങ്ങളെയും ഭരണകൂടത്തെയും തമ്മിൽ ബന്ധിപ്പിക്കാൻ എന്ത് വേണം? സ്വതന്ത്ര വാർത്താ മാധ്യമങ്ങൾ വേണം. പിന്നെ സ്വതന്ത്രവും നിഷ്പക്ഷവുമായ നീതിന്യായ വ്യവസ്ഥ ഉണ്ടാവണം. പിന്നെ ഗവൺമെന്റിനെ വിമർശനത്തിലൂടെ മെച്ചപ്പെടുത്താൻ ആര് വേണം? നല്ല ഒരു പ്രതിപക്ഷവും വേണം. തെരഞ്ഞെടുപ്പ് എങ്ങനെ ആയിരിക്കണം? സ്വതന്ത്രവും നീതിപൂർണവും ആയിരിക്കണം. പിന്നെ സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം, അതായത് 1989 വരെ ഇന്ത്യയിലെ വോട്ടിംഗ് പ്രായം എന്ന് പറയുന്നത് 21 വയസ്സായിരുന്നു. രാജീവ് ഗാന്ധിയാണ് ഈ 21 നിന്ന് 18 ആക്കി മാറ്റിയത് 1989. ഇത് ചോദിച്ചിട്ടുണ്ട് ഈ വർഷം. പിന്നെ തെരഞ്ഞെടുപ്പിന്റെ വിവിധ ഘട്ടങ്ങൾ. ആദ്യം തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരെ നിയമിക്കും. പിന്നെ തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം നടത്തും. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും. പത്രിക സൂക്ഷ്മമായിട്ട് പരിശോധിക്കും. അത് കഴിഞ്ഞിട്ട് നാമനിർദ്ദേശ പത്രിക വേണമെങ്കിൽ പിൻവലിക്കാം. അതിനുശേഷം തിരഞ്ഞെടുപ്പ് പ്രചരണം നടത്തും. വോട്ടെടുപ്പ്, വോട്ടെണ്ണല്, ഫലം. തിരഞ്ഞെടുപ്പ് എന്തിനാ നടത്തുന്നത്? അഥവാ തിരഞ്ഞെടുപ്പിന്റെ ധർമ്മം എന്തൊക്കെയാ? ഗവൺമെന്റ് രൂപീകരിക്കുക, എല്ലാവർക്കും പ്രാതിനിധ്യം നൽകുക, ഭരണകർത്താക്കളെ വളർത്തിയെടുക്കുക, ജനാധിപത്യം ശക്തിപ്പെടുത്തുക, വോട്ടർമാരെ ബോധവൽക്കരിക്കുക. ഇതൊക്കെയാണ് തെരഞ്ഞെടുപ്പിന്റെ ധർമ്മം. ഇനി അടുത്തത് കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. എന്തൊക്കെയാണ് ധർമ്മം? അതായത് രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി ഇവരെ തെരഞ്ഞെടുക്കുക, പാർലമെന്റിലെ, സംസ്ഥാന നിയമസഭകളിലെ ഇവിടെയൊക്കെ തെരഞ്ഞെടുപ്പൊക്കെ കാര്യക്ഷമമായിട്ട് നടത്തുകയാണ് ഇവരുടെ ധർമ്മം. PSCയുടെ സ്ഥിരം ചോദ്യം, കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷനിൽ എത്ര അംഗങ്ങളുണ്ട്? 3 അംഗങ്ങളാണ് ഉള്ളത്. അപ്പൊ അതില് മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ഉൾപ്പെടെ ഈ 3 അംഗങ്ങളെയും നിയമിക്കുന്നത് ആരാണ്? രാഷ്ട്രപതിയാണ്. അപ്പൊ ഇത്രയും കൊണ്ട് SCERT 2024 5ാം ക്ലാസ്സിലെ പാർട്ട് 1 തീരാണ്. അതുപോലെ നമ്മുടെ ഫ്രണ്ട്ലി PSCയുടെ മലയാളം ബുക്കിൽ നിന്ന് ആദ്യത്തെ 2 സെക്ഷനിൽ 8 മാർക്ക് വീതം ചോദിച്ചിരുന്നു. അപ്പൊ നമ്മളുടെ ഈ ബുക്ക് വാങ്ങുന്നവർക്ക് ഇതിന്റെ ന്യൂ എഡിഷൻ ക്ലാസ് കൂടെ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പോൾ മലയാള സാഹിത്യത്തിൽ നിന്ന് നമ്മുടെ ക്ലാസ്സുകളിൽ നിന്ന് ഒത്തിരി ചോദിക്കുന്നത് കൊണ്ട് ഞാൻ അതിൻ്റെ PDF-ഉം കൂടെ ഇതിൻ്റെ പുതിയ ക്ലാസ്സിൻ്റെ കൂടെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ബുക്ക് വാങ്ങുന്നവർക്ക് നമ്മുടെ ആപ്പിൽ 22 രൂപ മാത്രം അടച്ചാൽ 1 ഇയർ വാറണ്ടിയിൽ ബാക്കി ന്യൂ എഡിഷൻ ക്ലാസ് കൂടെ കിട്ടുന്നതാണ്. അപ്പോൾ ബുക്ക് വാങ്ങാത്തവർ വാട്സപ്പ് വഴി വാങ്ങുക കേട്ടോ. വാട്സപ്പ് വഴി വാങ്ങുന്നവർക്ക് മാത്രമേ കിട്ടുന്നുള്ളൂ.